റിച്ചാർഡ് ജോൺ KCYM താമരശ്ശേരി രൂപത പ്രസിഡന്റ് കൂടി ചെയ്തുകൊണ്ട്. ശ്രീ റിച്ചാർഡ് ജോൺ, ഈ ചലച്ചിത്രം പ്രദർശിപ്പിക്കാനെടുത്ത തീരുമാനം അത് ആദ്യം തന്നെ അംഗീകരിക്കേണ്ടതാണ്. കാരണം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നത് തുറന്നു കാട്ടുന്ന, അനുഭവസ്ഥരിലൂടെ പറയുന്ന ഒരു കഥയെന്ന് പറയാൻ കഴിയില്ല. അത് അനുഭവസ്ഥരുടെ അവരുടെ അനുഭവം അത് സിനിമയാക്കി ചിത്രീകരിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഇടത് വലത് മുന്നണികളൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇടുക്കി രൂപത ഇത് പ്രദർശിപ്പിച്ചപ്പോൾ ഇടത് വലത് മുന്നണികൾ നടത്തിയ പ്രതികരണങ്ങൾ താങ്കളും കണ്ടു കാണുമ്പോൾ താമരശ്ശേരി രൂപത എങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ഈ സിനിമ ഏറ്റെടുക്കാനുണ്ടായ തീരുമാനം എന്താണ് എന്ന് മുതലാണ് ഈ ചലച്ചിത്രം പ്രദർശിപ്പിച്ചു തുടങ്ങുക? തലശ്ശേരി രൂപതയിലെ KCYM എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനമാണ് ആക്ച്വലി ഈ ഒരു പ്രസന്റേഷൻ സിനിമ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. രൂപതയുടെ യുവജന പ്രസ്ഥാനമാണ് KCYM എന്ന് പറയുന്നത്. ശനിയാഴ്ച 13-ാം തീയതി മുതലാണ് ഈ ഒരു പ്രദർശനം ആരംഭിക്കുക. രൂപതയിലെ 120 ഇടവകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിക്കകത്തോ പബ്ലിക്കലിയോ 2 ഓപ്ഷനുകളാണ് യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുള്ളത്. യൂണിറ്റിനകത്ത് വരുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പരസ്യമായോ പ്രദർശിപ്പിക്കാനുള്ള അവകാശം യൂണിറ്റ് ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ നിങ്ങളെടുത്തൊരു തീരുമാനം? അതിന് പിന്നിലെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടൊരു സിനിമ പോലെ അവതരിപ്പിക്കപ്പെടാറുണ്ട് പലപ്പോഴും. യഥാർത്ഥത്തിൽ ആ ഒരു സിനിമ വളരെയധികം സെൻസർ ചെയ്യപ്പെട്ട് കേരളത്തിലെ തിയേറ്ററുകളിലും അതുപോലെ തന്നെ രാജ്യത്തെ പല തരത്തിലുള്ള തിയേറ്ററുകളിലും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ റിലീസായ ഒരു ചിത്രമാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിക്കാറുള്ളത് കേരളത്തിനകത്ത് വലത് ഇടത് രാഷ്ട്രീയ കക്ഷികൾ അത് പരസ്യമായി പറഞ്ഞു വെക്കുന്നു. ഈ സിനിമ നിരോധിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതായിരിക്കാം. അവർ നേരിട്ട് ഇത് പറയാനും മാത്രം അവർ ഇതിനെപ്പറ്റി ബോധവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് പറയുകയാണ് ഈ ഒരു സിനിമ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതുപോലെ അവതരിപ്പിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ സെൻസർഷിപ്പ് എല്ലാം കഴിഞ്ഞ് തിയേറ്ററുകളിലും OTT-ലും റിലീസായ ചിത്രമാണ്. ഇതിനകത്ത് കൃത്യമായ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പറ്റി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും അംഗീകരിച്ചിട്ടുള്ള പരസ്യമായ റിക്രൂട്ടിങ്ങുകളെ കുറിച്ച് തുറന്നു കാണിക്കുന്ന ഒരു ചിത്രം. എന്തിനാണ് ഇതിങ്ങനെ നിരോധിക്കപ്പെടുന്നത് പോലെ അവകാശപ്പെടുന്നത്? കേരളത്തിൽ ഇടുക്കിയിൽ ഈ കഴിഞ്ഞ ദിവസം 14-ാം തീയതി ആ ചിത്രം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ട് ചിത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. രൂപതയ്ക്ക് അകത്തേക്ക് അഭിമന്യ പിതാവിനടുത്തേക്ക് കാറ്റഗിസം മതബോധന വിഭാഗത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിനെതിരെ കേസ് എടുക്കുമെന്ന്. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് അതിൽ കത്തോലിക്ക സഭയിലെ വൈദികർക്കെതിരെയും അതുപോലെ തന്നെ ഈ വിഭാഗം മതബോധന വിഭാഗത്തിനെതിരെയുമൊക്കെ നടപടിയെടുത്ത് പോലീസ് മുന്നോട്ട് പോയത്. അത് യഥാർത്ഥത്തിൽ പ്രതിഷേധത്തിന് ഇരയാക്കപ്പെടേണ്ടത് തന്നെയാണ്. KCYM ഈ ഒരു പ്രതിഷേധമായിട്ട് താമരശ്ശേരി മുന്നോട്ട് വരാനുള്ള കാരണം കേരളത്തിനകത്തുള്ള ഒരു മറ്റൊരു രൂപതയാണ് ഇടുക്കി മോശമായി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിൽ. ഇടുക്കി വിവാദ ചിത്രം അവതരിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലെ ഈ ഒരു സംഗതി അവതരിപ്പിക്കുന്നു. അതിന് പോലീസ് ആ രീതിയിൽ ഇടപെടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഇടുക്കിക്കെതിരെ തിരിയുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇടുക്കി എന്തോ രാജ്യദ്രോഹം ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ രാജ്യത്തെ സെൻസർഷിപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചിത്രം പച്ചയായ യാഥാർത്ഥ്യം നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇൻഫ്ലുവൻസിങ് ആകുമെന്ന് ഉറപ്പുള്ള വിഷ്വൽ ആയിട്ടുള്ള പ്രസന്റേഷൻ എന്ന രീതിയിലാണ് അത് ഇടുക്കി അവതരിപ്പിച്ചത്. അത് തന്നെയാണ് താമരശ്ശേരിയിലും ആവർത്തിക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമ മുന്നോട്ട് വെക്കുന്നൊരു പ്രമേയമുണ്ടല്ലോ ശ്രീ റിച്ചാർഡ് ജോൺ. ഈ പ്രണയം അത് ഒരു കപടമുഖമണിഞ്ഞ് പ്രണയമെന്ന് പോലും വിളിച്ചുകൂടാ. അത്തരത്തിൽ മനഃപൂർവ്വമായി ഇത്തരം ഇരകളെ കണ്ടെത്തുക, അവരെ പലപ്പോഴും ദുരുപയോഗം ചെയ്യുക, പിന്നീട് രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു മാധ്യമമായി പ്രണയത്തെ മാറ്റുന്നു. ഇത് കൃത്യമായ ഒരു യുവതലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് അനുഭവസ്ഥരുടെ ജീവിതകഥയിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രം. അതിനെ എതിർക്കുന്നവർ കേവലം ഒരു ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കുന്ന ചിത്രം എന്ന ഒരു ലേബൽ എതിർക്കുമ്പോഴും അതിന് പിന്നിലൊരു വല്ലാത്തൊരു അജണ്ടയുള്ള പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. തീർച്ചയായും. അല്ല, യഥാർത്ഥത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം, താമരശ്ശേരി രൂപതയ്ക്കകത്ത് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പും ഇതിന് കഴിഞ്ഞ വർഷവും ഒക്കെ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കകത്ത് 320-ലധികം കേസുകൾ താമരശ്ശേരി രൂപതയിൽ ഒരേ സ്വഭാവത്തിൽ, അതായത് ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രണയത്തിന് മുഖം നൽകിക്കൊണ്ട് ഒരേ സ്വഭാവത്തിൽ സംഘടിതമായ ഒരു നീക്കം താമരശ്ശേരി രൂപതയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 320ഓളം കുട്ടികളെ താമരശ്ശേരി രൂപതയിലെ ഒരു മിനിസ്ട്രിക്ക് തിരിച്ചെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പങ്കുവയ്ക്കുന്ന വേദനാജനകമായ അനുഭവത്തിന് ഒരേ മുഖമാണ്, ഒരേ സ്വഭാവമാണ്. സ്വാഭാവികമായിട്ട് ഇത് സംഘടിതമാണ് എന്ന് പറഞ്ഞു വെക്കാൻ മറ്റെന്തെങ്കിലും തെളിവുകളുടെ ആവശ്യമുണ്ടോ? അത് തന്നെയാണ് ഞങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും ആവർത്തിക്കുന്നത് തന്നെയാണ്. കേരളത്തിനകത്ത് സംഘടിതമായൊരു നീക്കമുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടൊരു പാർട്ടി, ഒരു രാഷ്ട്രീയ കക്ഷി അതിനെ നിരോധിക്കപ്പെടുക ഒരു അവസരം ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ ഒരു സമയം തൊട്ട് ഇങ്ങോട്ടേക്ക് അതിന്റെ വല്ലാത്തൊരു ഡിമോണിഷിങ്, അഥവാ അതിനൊരു ആ ഒരു ട്രെൻഡിന്റെ സംഘടിതമായ നീക്കത്തിന്റെ വല്ലാത്തൊരു ഡിമോണിഷിങ് കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സംവിധാനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടിതമായ നീക്കം കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല.
ഒറ്റ കാര്യം കൂടി ശ്രീ റിച്ചാർഡ്, ഈ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുമ്പോൾ സഭാ നേതൃത്വം അത് ഇപ്പോൾ സിറോ മലബാർ സഭയാണെങ്കിലും മറ്റെല്ലാ സഭകളുമായും ഒക്കെ ഒരു സമരസപ്പെട്ട് അവരോട് ചേർന്ന് പോകാനാണ് ഇടത് വലത് മുന്നണികളൊക്കെ പലപ്പോഴും ശ്രമിക്കുക. എന്നാൽ ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യത്തിൽ ഇടുക്കി രൂപത ഇത് പ്രദർശിപ്പിച്ച ഒരൊറ്റ കാര്യത്തിൽ വിമർശനത്തിന് ആ ഒരു മര്യാദ കാട്ടിയില്ല. മാത്രമല്ല പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ കാണിക്കുന്ന ഒരു സമീപനമല്ല ഇത്തവണ UDF ക്യാമ്പിൽ നിന്നാണെങ്കിലും LDF ക്യാമ്പിൽ നിന്നും ഒക്കെ സഭയ്ക്കെതിരെ ഉണ്ടായത്. അല്ല, യഥാർത്ഥത്തില് ഇവര് രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ആരെ കൊണ്ടാണ്, അല്ല ആരാലാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നത് യാഥാർത്ഥ്യം തുറന്നു കാട്ടപ്പെടുകയാണ്. കേരളത്തിനകത്തുള്ള ജനവിഭാഗം അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രത്യേക തരം ഒരേ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് രണ്ടുപേർക്കും ഉണ്ടാവുന്നു. ഒരിക്കലും ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ പറയാത്ത രണ്ട് ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ച് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCCയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, രണ്ടുപേരും ഒരേ അഭിപ്രായങ്ങൾ പറയപ്പെടുമ്പോൾ അവർ ഒരേ തരത്തിലുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ ജനവിഭാഗം മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെടാനോ താമരശ്ശേരി രൂപതയിലെ യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യാഥാർത്ഥത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. ഈ ഒരു മുൻകരുതൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷണീയമായ വിഷ്വൽ പ്രസന്റേഷന്റെ മോഡിലൂടെ അവതരിപ്പിക്കുന്നു. ഇതൊരു ബോധവൽക്കരണത്തിന്റെ മോഡാണ്. 2023 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇപ്പോഴും ഇത് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള, കത്തോലിക്കരായുള്ള കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ രീതിയിലൂടെ ഇതിനെ അവരിലേക്ക് എത്തിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് താമരശ്ശേരി രൂപതയിലെ യുവജന പ്രസ്ഥാനത്തിനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ റിച്ചാർഡ് ജോൺ. പ്രതികരിച്ച് നമുക്ക്